ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ എന്തായാലും തുടക്കം മുതൽ ഒടുക്കം വരെ കാണേണ്ടതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ക്രിസ്മസ് എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈം ടേബിൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ നന്നായി പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക എന്നുള്ളത്. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് എല്ലാ വർഷങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സാം എഴുതുമ്പോൾ നമുക്ക് വളരെയധികം സഹായകരമാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും, അതുപോലെ തന്നെ റിവിഷൻ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മുൻ വർഷത്തെ ചോദ്യ പേപ്പറും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ, റിവിഷൻ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനലിൽ പോയിട്ട്, അതായത് എഡ്യൂകട്സ് എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ക്ലാസ്സുകാരുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചാനൽ എടുത്തതിന് ശേഷം പ്ലേലിസ്റ്റിൻ്റെ അങ്ങോട്ട് പോവുക. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ക്ലാസ് 1 ക്രിസ്മസ് എക്സാം, അതുപോലെ തന്നെ ക്ലാസ് 9 ക്രിസ്മസ് എക്സാം, ക്ലാസ് 6 ക്രിസ്മസ് എക്സാം, ക്ലാസ് 2 ക്രിസ്മസ് എക്സാം, അപ്പോൾ എന്നിവ ഇങ്ങനെ പ്ലേലിസ്റ്റ് രൂപത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് 1, അതായത് ക്ലാസ് 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ക്ലാസ് 2 ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഇംഗ്ലീഷ്, ഇൻ്റഗ്രേഷൻ ഡേ 1, ഇൻ്റഗ്രേഷൻ ഡേ 2, ഇംഗ്ലീഷ് എന്നിവയെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് 6ൻ്റെ നോക്കുകയാണെങ്കിൽ ഇത്, അതായത് ക്ലാസ് 6 ക്രിസ്മസ് എക്സാം 2023-24 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിരിക്കും അതിൽ അടങ്ങിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ക്ലാസ് 4ൻ്റെ ഉണ്ട്. ക്ലാസ് 10ൻ്റെ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമായത് ഏത് സബ്ജക്റ്റ് ആണോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ ഇതിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അതൊക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ലാസ് 6ൻ്റെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഇംഗ്ലീഷ്, മലയാളം അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, അതുപോലെ തന്നെ മാത്സ്, ഹിന്ദി, ബേസിക് സയൻസ്, സോഷ്യൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ് ആണോ അത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് 1, 3, 5, 7, 9 എന്നീ ക്ലാസ്സുകാരുടെ കാര്യം. അതായത് അവർക്ക് ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അതായത് പുതിയ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇവിടെയുള്ളതൊക്കെ 9, 1, 5ൻ്റെ ഒക്കെ കഴിഞ്ഞ വർഷം, അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇവിടെ പ്ലേലിസ്റ്റ് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും പ്രീവിയസ് ഇയർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നതാണ്.
ഓക്കെ, ഇവിടെ ന്യൂ സിലബസ്, അതായത് ക്ലാസ് 7 ന്യൂ സിലബസ് ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വർഷം മുതൽ, അതായത് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ 5, 7 അതുപോലെ തന്നെ 3, 1 എന്നീ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണ്, അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എങ്കിലൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട്, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എക്സാമിനൊരു ക്രൂഷ്യൽ പോയിന്റ് തന്നെയാണ്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച രീതിയിൽ തന്നെയാവണം ക്വസ്റ്റ്യൻസ് വരിക എന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായ സബ്ജക്റ്റുകൾ ഓരോ ക്ലാസ്സിൻ്റെയും നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ കുട്ടികൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും കാണുക. അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ ക്ലാസ്സിലെ കൂട്ടുകാർക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്ലാസ്സുകാരുടെയും ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ലിങ്ക്, അതായത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ എല്ലാ ക്ലാസ്സുകാരുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലിങ്കും, അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകാരായിട്ടുള്ള അവരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലിങ്കും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും കൂട്ടുകാർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ നന്നായി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. Thanks for watching.